തനുജയുടെ പ്രശ്നം ഇത്രയും വഷളാവാൻ സിദ്ധാർത്ഥൻ സാർ അനുവദിക്കരുതായിരുന്നു. ആ കുട്ടിയുടെ അമ്മ ആരാണെന്നെങ്കിലും പറയണമായിരുന്നു. ഞാൻ പറഞ്ഞതാ സിദ്ധുവിനോട്, ആരുടെയും മുഖം നോക്കണ്ട, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കണ്ടെന്നും. ആരാണ് തനുജയുടെ അമ്മയെന്ന് പരസ്യമാക്കാൻ. സിദ്ധുവിനപ്പ സഹജീവി സ്നേഹം. ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിക്കണം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ അവര് ചിലപ്പോ തകർന്നു പോകുന്നൊക്കെ. ഈ കാര്യത്തിൽ ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ അംഗീകരിക്കുന്നില്ല. അതാ തനൂജയോടും അതിന്റെ അമ്മയായ ആ സ്ത്രീയോടുള്ള നീതികേടാ. ആ കുട്ടിയോട് അദ്ദേഹം പറയണമായിരുന്നു അതിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന്. സിദ്ധാർത്ഥൻ സാർ അല്ല അച്ഛനെങ്കിൽ സാറ് പേര് പറയണം. കാര്യങ്ങൾ ഇത്രയായില്ലേ, ഇനി ഒളിച്ചു വെക്കുന്നത് എന്തിനാ? ഞാൻ അറിഞ്ഞത് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയെന്ന. ഓ, അങ്ങനെയാണോ? പാവം. എന്നാ അമ്മയെക്കുറിച്ചെങ്കിലും പറഞ്ഞൂടെ? പറയാം. ജയിലിൽ പോയി സിദ്ധുവിനെ കാണാൻ ഒരു അവസരം ഉണ്ടാകുമ്പോ പറയാം. മാഡം പറഞ്ഞു എന്ന് തന്നെ പറയാം, അമ്മയെക്കുറിച്ച് പരസ്യപ്പെടുത്താൻ. ഞാൻ പറഞ്ഞത് മാഡത്തിന് ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടല്ലോ. പരസ്യപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ അമ്മയെ അറിയിക്കണം എന്ന്. അല്ലെങ്കിൽ തനൂജയെങ്കിലും അറിയിക്കണം. ആ കുട്ടി എന്നെ കാണാൻ വന്നിരുന്നു. എപ്പോ? എന്താ മാഡം ഞെട്ടിയതുപോലെ? ഞാൻ മാഡം പറഞ്ഞപ്പോ ചോദിച്ചേ ഉള്ളൂ. കുറെ ദിവസമായി. അമ്മയെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരപേക്ഷയുമായി വന്നതാ. അപേക്ഷയുടെ കോപ്പി ഞാൻ അന്വേഷണത്തിന് വിട്ടു. എന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം. അതായത് തനൂജയുടെ അമ്മയെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്കും ധാർമ്മികമായ ബാധ്യതയുണ്ടെന്ന്. മാഡം എന്താ വല്ലാതിരിക്കുന്ന? ഒന്നുമില്ല. അപ്പം ഞാൻ വന്ന കാര്യത്തെക്കുറിച്ച്. നന്ദന്റെ കാര്യത്തിൽ എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വേണ്ടത് ചെയ്യാം. സിദ്ധാർത്ഥൻ സാറിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനമുണ്ട്. രണ്ടുപേരും പാർട്ടിയുടെ നേതാക്കന്മാരാണല്ലോ. അതുകൊണ്ട് രണ്ടുപേർക്ക് വേണ്ടിയും ഇടപെടണ്ടെന്ന്. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാം. ശരി മാഡം. മാഡത്തിന്റെ പരിമിതികളും മനസ്സിലാക്കി വേണമായിരുന്നു ഞാൻ വരാൻ. പിന്നെ തനുജയുടെ അമ്മയെ സംബന്ധിച്ച വിവരങ്ങൾ അത് അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് കരുതാം, അല്ലേ മാഡം? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.